കിടക്കാൻ നേരമാണ് അകത്ത് എല്ലാവർക്കും കൂടെ കിടക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ എന്ന പ്രശ്നം ഇരിക്കുന്നത്. 2 കുഞ്ഞുമുറികളും ഒരു ചെറിയ അകവും അടുക്കളയും. അതായിരുന്നു ആ വീട്. ഇറയത്തെ 2 പേർക്ക് കിടക്കാം. ഒരു മുറിയിൽ മുകുന്ദനും ദേവനും ശ്രീനാഥും കിടന്നു. മറ്റേ മുറിയിൽ മുത്തശ്ശിയും കല്ലുവും രുദ്രയും അല്ലുമോനും. അകത്ത് ലളിതയും സരളയും അമ്മും. അതോടെ വീടിന്റെ അകം നിറഞ്ഞു. കേശു, ഇവിടെ കിടക്കാം മോനെ. ഉള്ള സ്ഥലത്തേക്ക് അമ്മ വിളിച്ചെങ്കിലും പുഞ്ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി അവൻ കയ്യിൽ കിട്ടിയ ഒരു പായയും എടുത്ത് ഇറയത്തേക്ക് നടന്നു. പായ വിരച്ച് മലർന്ന് കിടന്നുകൊണ്ട് അവൻ ആ വീടൊന്ന് നോക്കി. പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഓടും പൊട്ടിയിരിക്കുന്നു. അവിടെയും ഇവിടെയും ഒക്കെയായി. നല്ലൊരു മഴ പെയ്താൽ വെള്ളം ഒക്കെ അകത്ത് തന്നെ ഉണ്ടാകും. ഇത്രയും കഷ്ടപ്പാടിൽ ആയിരുന്നു തൻ്റെ അപ്പച്ചി. ഒന്ന് തിരിഞ്ഞു കിടന്ന അവൻ. അപ്പോൾ പുറത്തെ ആകാശം കാണുന്നുണ്ടായിരുന്നു. അവിടെ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ. അതിൽ 2 താരകങ്ങൾക്ക് ഏറെ തിളക്കം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പച്ചയായിരിക്കാം. ചിലപ്പോൾ അത് കുറേയേറെ ചിന്തകൾ മനസ്സിൽ പിടിവലി നടത്തുന്നുണ്ട്. അതെന്തിനാണെന്ന് തന്നെ അവൻ അത്ഭുതം തോന്നി. ചെറുതായി വീശുന്ന തണുത്ത കാറ്റിൽ മിഴികൾ അടഞ്ഞു പോയി. ശ്രീയേട്ടൻ്റെ വിളി കേട്ടാണ് കണ്ണ് തുറക്കാൻ നോക്കിയത്. പക്ഷേ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ആരോ മുണ്ടയിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ കയ്യിലൊന്ന് പിടിച്ചതും കുഞ്ഞിക്കൈകളാണ്. അല്ലുക്കുട്ടനാണ്. കണ്ണ് തുറക്കാതെ തന്നെ ചിരിയോടെ ആളെ പൊക്കി നെഞ്ചിലേക്ക് ഇരുത്തി. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞിക്കൈകൾ കൊട്ടിച്ചിരിക്കുന്നുണ്ട്. കൊഞ്ചിച്ചു വിളിച്ച് അവനെയും കൊണ്ട് എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ വന്ന് അല്ലുവിനെ വാങ്ങിയിരുന്നു. അഴിഞ്ഞുപോയ മുണ്ടൊന്ന് ഇറുക്കിയെടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും അമ്മ ബ്രഷ് കൊണ്ടുവന്ന് തന്നിരുന്നു. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിരുന്നു. അമ്മ ബ്രഷ് ചെയ്യുമ്പോൾ ആണ് വീടിന് പുറകിൽ ഉള്ള കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അവളെ കാണുന്നത്. മുഖമൊക്കെ ഇപ്പോഴും ചുവന്നിരിക്കുന്നുണ്ട്. കരയുകയായിരുന്നു എന്ന് ഉറപ്പാണ്. അല്ലെങ്കിലും നഷ്ടപ്പെട്ടത് സ്വന്തം അച്ഛനും അമ്മയുമല്ലേ. ആർക്കാണ് ആ ശൂന്യത നികത്താൻ കഴിയുക? എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാകില്ലേ ആ നോവ്? ചിന്തകളോടെ അവിടെ തന്നെ നോക്കി നിന്ന് പോയി. നോട്ടം തെറ്റി അവളും ഒന്ന് നോക്കുന്നത് കണ്ടതും വേഗം തിരിഞ്ഞു കിണറിൻ്റെ അടുത്തേക്ക് നടന്നു. ദൈവമേ, എന്ത് വിചാരിച്ചോ ആവോ? ഞാൻ വായി നോക്കിയതാണ്, എങ്ങാനും തോന്നിയോ? ഏയ്, ഇല്ലായിരിക്കും. ചോദ്യവും ഉത്തരവും സ്വയം പറഞ്ഞിട്ട് വേഗം കോരി വെച്ച വെള്ളം എടുത്തു വായും പോവും കഴുകി ഇറത്തേക്ക് ചെന്നതും അച്ഛനും ചെറിയച്ഛനും ഒക്കെയുണ്ട്. അമ്മ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് തന്നു. അത് കുടിച്ചവർക്കൊപ്പം സംസാരങ്ങളിലേക്ക് കടന്നു. ഇവിടെ വന്നിട്ട് 5 ദിവസമായി. ഇന്നാണ് സഞ്ചയനം. ഇന്ന് തന്നെ അന്നദാനവും നടത്തുന്നുണ്ട്. എല്ലാവർക്കും പോകണം എന്നായിട്ടുണ്ട്. വീടിൻ്റെ സൗകര്യക്കുറവും പിന്നെ സ്വന്തം വീട് എന്തായോ എന്ന ചിന്തയും ലളിതക്കും സരളക്കും ഉണ്ടായിരുന്നു. കല്ലു വല്ലാതെ ഒതുങ്ങിപ്പോയിരിക്കുന്നു. പലപ്പോഴും നെഞ്ചിൽ തികട്ടി വരുന്ന സങ്കടങ്ങൾ അവൾ പുറത്തേക്ക് കാണിക്കാതെ നടന്നു. ആ ദിവസങ്ങളിൽ നിലവിളിയും ഒക്കെ നിന്നു. അമ്മുവും രുദ്രയും അവർക്ക് കൂട്ടാകാൻ ശ്രമിച്ചു. ഇന്നലെ നടന്ന ചർച്ചയിൽ സഞ്ചയനത്തിന് ശേഷം എല്ലാവരും പിരിയാൻ തീരുമാനിച്ചിരുന്നു. കല്ലുവിൻ്റെ കാര്യം വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞത് അവളെ നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു. എന്നാൽ അവൾ ഇതിനെ എതിർത്തു. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്നും എങ്ങോട്ടും വരില്ലെന്നായിരുന്നു വാശി. പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും കണ്ണേകി അപ്പോഴേക്കും അവർ നോക്കിക്കോളാം അവളെ എന്ന് പറഞ്ഞു. അവർക്കല്ലെങ്കിലും അവൾ സ്വന്തം മകളെ പോലെ തന്നെ ആയിരുന്നു. വളരെയധികം വിഷമത്തോടെ ആയിരുന്നു മുത്തശ്ശിയും മുകുന്ദനും ദേവനും എല്ലാം അതിന് സമ്മതിച്ചത്. സഞ്ചയനത്തിൻ്റെ അന്ന് അവരുടെ മുഖത്ത് നിർവികാതെ നിറഞ്ഞു നിന്നു. കണ്ണുനീർ എല്ലാം വറ്റിപ്പോയത് കൊണ്ടാണ് അന്ന് ദേവൻ്റെ മകളായ സുധിയും അപ്പവും വന്നു. സുധി ശേഷുവിൻ്റെ അതേ പ്രായം തന്നെയാണ്. ഇരുവരും ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതും എല്ലാം. വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ്. അപ്പു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അതുകൊണ്ടാണ് ഇരുവരും മരിച്ച ദിവസം എത്താതിരുന്നത്. കേശവും ശ്രീകുട്ടനൊപ്പം സുധയും അപ്പവും കൂടി എല്ലാം കണ്ടുകൊണ്ട് കല്ലുമുറിയുടെ ഒരു മൂലയിൽ ഇരുന്നതേയുള്ളൂ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. കല്ലു ഇപ്പോഴും ഒരു ചിഹ്നം പോലെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. മുത്തശ്ശിയും ലളിതയും വീണ്ടും അവളെ നിർബന്ധിച്ചു കൂടെ ചെല്ലാൻ. മോളെ, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. മുത്തശ്ശിക്കും ഞാൻ വരുന്നില്ല ലളിതമായി. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ഓർമ്മയെ ഈ വീട്. ആ ഓർമ്മകൾ വിട്ടു ഞാൻ എങ്ങോട്ടും ഇല്ല. ഓർമ്മകൾ എവിടെ പോയാലും ഉണ്ടാവും. അതിന് ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്നില്ല. സ്വന്തം അച്ഛനും അമ്മയുമല്ലേ, എവിടെ പോയാലും മറക്കാൻ പറ്റില്ലല്ലോ. ആദിയുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. വാതിൽപ്പടിയിൽ നിന്ന് കൊണ്ട് അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവൻ. ഞങ്ങൾക്ക് പോകുമ്പോൾ നീയും വരും കല്യാണി. ഗിരിജ അപ്പച്ചിയെ സ്നേഹിച്ചു. ഇവിടെ ആർക്കും കൊതി തീർന്നിട്ടില്ല. എൻ്റെ അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശിക്കും എല്ലാം അപ്പച്ചിക്ക് പകരം നീ അവിടെ വേണം. ഇത് എൻ്റെ അഭിപ്രായമല്ല, എല്ലാവരുടെയും ആഗ്രഹമാണ്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഈ വീട്ടിൽ നിന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ഉറപ്പോടെ തന്നെ നോക്കി പറയുന്നവനെ നിറഞ്ഞ കണ്ണുകളുടെ നോക്കി അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീട് വിട്ടിറങ്ങുമ്പോൾ കല്ലുവിനുള്ളിലെ സങ്കടം അടക്കാൻ കഴിയുന്നില്ലായിരുന്നു. 5 ദിവസം മുമ്പ് വരെ തൻ്റെ അച്ഛൻ്റെ തമാശകളും അമ്മയുടെ പൊട്ടിച്ചിരിയും നിറഞ്ഞു നിന്നിരുന്ന വീടാണ്. പണത്തിന് മാത്രമേ കുറവുള്ളായിരുന്നു. എങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്വർഗം ആയിരുന്നു ഇത്. കണ്ണകിയുടെ അജയനോട് യാത്ര പറയവേ അവൾ തേങ്ങിക്കരഞ്ഞു. സയാമിസിൽ ഒരാൾ പോയി അല്ലേ അജയ് മാമ? ചുണ്ടു വിതുമ്പി പറയാൻ അവളെ ചേർത്ത് പിടിച്ചു കരഞ്ഞിരുന്നു അജയൻ. ഒന്നും ഓർത്ത് വിഷമിക്കില്ല മോളെ. ഇപ്പോൾ മോൾക്ക് എല്ലാവരും കിട്ടിയില്ലേ? മോളെ കാണാൻ കൊതിച്ചിട്ടുള്ള എല്ലാവരും വന്നില്ലേ? ഇപ്പോൾ അവരുടെ കൂടെ അല്ലേ മോള് പോണേ? സന്തോഷമായിട്ടിരിക്ക്. എല്ലാവരും കിട്ടിയപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി പോയല്ലോ മാമ. അതുവരെ അടക്കി പിടിച്ച തേങ്ങ നിലവിളിയായി പുറത്തേക്ക് വന്നു. കണ്ണകി അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മോളെ മുത്തശ്ശി വന്ന് വിളിച്ചത് മനസ്സില്ല മനസ്സോടെയാണ് അവൾ അവർക്കൊപ്പം ഇറങ്ങിയത്. അച്ഛൻ്റെയും അമ്മയുടെയും ചിതാഭസ്മം നെഞ്ചോട് കയ്യിൽ ഒതുക്കിയിരുന്നു അവൾ. പിന്നെ തനിക്ക് പ്രിയപ്പെട്ട പലതും, അച്ഛൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട ഉൾപ്പെടെ. സുധയും കാർ കൊണ്ടുവന്നിരുന്നത് കൊണ്ട് ആ കാറിൽ സുധിയും അപ്പവും ചെറിയമ്മയും ചെറിയച്ഛനും അമ്മവും കയറി. ബാക്കിയുള്ളവർ
യുടെ വണ്ടിയിലും ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ മുത്തശ്ശിയുടെ തോൾ ചാരി തളർന്നു കിടക്കുന്ന കല്ലുവിലേക്ക് നീണ്ടിരുന്നു. കരഞ്ഞു കരഞ്ഞു മൂക്കും കണ്ണും എല്ലാം ചുവന്നിരിക്കുന്നു. ഇപ്പോഴും ഇടയ്ക്കിടെ ഏങ്ങലടികൾ കേൾക്കുന്നു. എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കണ്ണുനീരും സങ്കടവും നെഞ്ചിൽ തറച്ചു കൊള്ളുന്നത് പോലെ. എന്തിനാണത് അവളോടുള്ള സഹതാപം ആണോ? ആരും ഇല്ലാതായ ഒരു പോയി പെണ്ണിനോടുള്ള. കണ്ണുകളടച്ചു കിടന്നവൾ ഇടക്കപ്പോയി കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കണ്ണാടിയിലെ തൻ്റെ നേരെ നീളുന്ന നോട്ടം. അസ്വസ്ഥതയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൾ. അത് മനസ്സിലായത് കൊണ്ടോ എന്താവൻ പിന്നീട് അവളെ നോക്കിയതേ ഇല്ല. വീട്ടിൽ എത്തുമ്പോൾ രാത്രിയായിരുന്നു. കല്ലുവിനെ ദേവന്റെ വീട്ടിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചിരുന്നു അവർ. മുത്തശ്ശിയുടെ തീരുമാനം അതായിരുന്നു. കല്ലുവിനും മുത്തശ്ശിയുടെ ഒപ്പം നിൽക്കണം എന്നായിരുന്നു. തൻ്റെ അമ്മ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മുവിൻ്റെ ചെറിയ വിഷമം ഉണ്ടാക്കിയെങ്കിലും തൊട്ടടുത്ത് തന്നെ അല്ല നാശിച്ചു അവൾ. ആദ്യം അവൾ പോകുന്നത് കണ്ട് നോക്കിയെങ്കിലും അവളിൽ നിന്നും ഒരു നോട്ടം പോലും അവന് കിട്ടിയില്ല. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താൻ പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് തന്നോട് എന്നവന് തോന്നി. മുത്തശ്ശിയുടെ ഒപ്പം ആ വീട്ടിലേക്ക് കയറുമ്പോൾ കല്ലുവിൻ്റെ ഉള്ളം തേങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ വീട് 20 വയസ്സ് വരെ തൻ്റെ അമ്മ ജീവിച്ചിരുന്ന വീട്. അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ ചുറ്റും നോക്കി. ചുവരിൽ പായൊരു കുടുംബ ഫോട്ടോ. എല്ലാവരും ഉണ്ട് അതിൽ. മുത്തശ്ശനും മുത്തശ്ശിയും മുകുന്ദനും ദേവനും ലളിതയും സരളയും. സരളയുടെ കയ്യിൽ ഒരു ആൺകുട്ടിയുണ്ട്. അവളുടെ കണ്ണുകൾ ഉടക്കിയത് ഒരു ധാവണി ഉടുത്ത പെൺകുട്ടിയിലായിരുന്നു. അത് അവളുടെ അമ്മയുടെ ചിത്രം ആയിരുന്നു. മുത്തശ്ശിയുടെ തൊട്ടടുത്ത് അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മയുടെ മടിയിൽ 3 വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടി. അവളുടെ കണ്ണുകൾ അമ്മയിൽ തന്നെ തറഞ്ഞു നിന്നു. കണ്ണുകൾ നിറഞ്ഞു. മോളെ. തോളിയുടെ കൈതലം അമർന്നതും അവൾ തിരിഞ്ഞു നോക്കി. മുത്തശ്ശി. ചുണ്ട് വിതമ്മിക്കൊണ്ട് അവൾ അവരെ ചുറ്റി പിടിച്ചു കരഞ്ഞിരുന്നു. മുത്തശ്ശിയുടെ ഒപ്പം അവരെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ മനസ്സാകെ അസ്വസ്ഥതായിരുന്നു. വീട് മാറിയതിൻ്റെ വേറെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത എപ്പോഴും ഉറക്കം കണ്ണുകളെ തേടിയെത്തി. പിറ്റേന്നാണ് ആ വീട് മുഴുവൻ അവൾ ചുറ്റിക്കാണുന്നത്. സരളുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം അവളുടെ മനസ്സിനെ തണുപ്പിച്ചു. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾക്ക് അവിടെയും കുറച്ചെങ്കിലും പരിചയം ദേവനെ തന്നെ ആയിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു സംസാരിക്കുന്ന ദേവമാണ്. ഒരു കൊല്ലമായിട്ടുള്ളൂ തങ്ങളുമായി കോണ്ടാക്റ്റായിട്ട്. വിളിക്കുമ്പോൾ തന്നെ പഠിപ്പിൻ്റെ കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കാറുണ്ട്. അമ്മക്ക് ഫോൺ ചെയ്യുന്ന ആകെ സരളമ്മയ്ക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞിരുന്നു ഒരിക്കൽ. ഇടയ്ക്കിടെ എത്തുന്ന പണം കൊണ്ടുള്ള സഹായങ്ങളും മാമൻ്റെ വക ആയിരുന്നു. ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എത്തി. ഞാനും അവളും ഏകദേശം ഒരു പ്രായം ആണ്. ഞങ്ങൾ രണ്ടാളും ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുക. വന്നിട്ടും കാര്യം ഒന്നുമില്ല. തുടർന്ന് പഠിക്കാൻ മോഹമുണ്ട്. പക്ഷേ ഇവരാരെയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. തന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് തന്നെ വലിയ കാര്യം അല്ലേ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തന്നെ പഠിപ്പിച്ചേനെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തനിക്കും പഠിച്ചൊരു ജോലി നേടി അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കണം എന്നായിരുന്നു. എല്ലാം ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. തൻ്റെ ഭാവി തനിക്ക് മുന്നിൽ ചോദ്യചിഹ്നമാണ്. എന്താ കല്ലു ആലോചിച്ചിരിക്കണേ? അമ്മുവിൻ്റെ ചോദ്യം കേട്ടാണ് ചിന്തകളുടെ പടിയിൽ നിന്നും ഒഴിഞ്ഞത്. അവളെ നോക്കി തെളിച്ചമില്ലാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയനക്കി. ഓരോന്ന് പറഞ്ഞ് തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവളെ നോക്കിയിരുന്നു. കല്ലുവിനും അവളോടൊപ്പം തോന്നി തുടങ്ങിയിരുന്നു. സംസാരിച്ചു കൊണ്ടിരുന്നവൻ എഴുന്നേറ്റത് പുറത്തു പോയി വന്ന് സുധിയെ കണ്ടായിരുന്നു. ആഹാ, കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മുവിനെ കളിയാക്കവൻ പറഞ്ഞതും അവൾ ചുണുങ്ങി. സുധിയേട്ടാ, പിന്നെ നീ കാന്താരി അല്ലടി? കലിപ്പൻ്റെ കാന്താരി. പഠിപ്പിക്കുന്ന സാറിനെ തന്നെ വായനാക്കുന്ന കാന്താരി പെണ്ണ്. അവളുടെ തോളിൽ കൈയിട്ട് നിന്നാണ് അവനത് ചോദിച്ചത്. അമ്മു ഞെട്ടി ചുറ്റും നോക്കി. അവരെ നോക്കി നിൽക്കുന്ന കല്ലു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സുധിയേട്ട പതുക്കെ. ആരെങ്കിലും കേൾക്കട്ടെടി. ഇനി എത്ര നാൾ ഒളിപ്പിച്ചു വെക്കും നീ ഇത്? എന്നാലും ഞാൻ എൻ്റെ വല്യച്ഛനോട് പറയും കേട്ടോ. കേശവും പറഞ്ഞു ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന്. അതിന് അങ്ങോരും അമ്പലവും മില്ലിനും അടുക്കുന്നില്ല സുധിയേട്ട. അത് നിന്റെ നാക്കിൻ്റെ നീളം കണ്ട് പേടിച്ചിട്ട. അപ്പോൾ എന്നെ കളിയാക്കാതെ. അയ്യോടാ, എൻ്റെ അമ്മമ്മോള് പിണങ്ങിയോ? അവളുടെ താടയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. കല്ലു കാണുകയായിരുന്നു അവരുടെ സ്നേഹം. 4 ആങ്ങളമാരുടെ പുന്നാര പെങ്ങളാണ് അമ്മു എന്ന് കല്ലുവിന് മനസ്സിലായിരുന്നു. ഇതുവരെ കുടുംബത്തിലെ ഓരോരു പെൺതരി ഇപ്പോൾ താനും ഉണ്ട്. എന്നാലും അമ്മുവിന് കൊടുക്കുന്ന സ്നേഹമൊന്നും തനിക്ക് കിട്ടില്ല എന്നറിയാം. എന്തിനാ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതേ സമയം തന്നെയായിരുന്നു സുധിയുടെ നോട്ടം അവളിലേക്ക് എത്തിയത്. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും തൻ്റെയും കൂടെ സ്വന്തമാണ്. ഒരു ചിരിയോടാൻ പതിയെ അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു.